Class 10, Unit 2, third lesson, The Seedling by Paul Laurence Dunbar. യൂണിറ്റ് 2-ലെ ഈ മൂന്നാമത്തെ ലെസൺ ഒരു പദ്യമാണ്. ഈ പദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ പദ്യം എഴുതിയ കവിയെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. പോൾ ലോറൻസ് ഡൻബാർ, അതാണ് ഈ കവിയുടെ പേര്. Paul Laurence Dunbar was an American poet, novelist, a short story writer. പോൾ ലോറൻസ് ഡൻബാർ ഒരു അമേരിക്കൻ കവിയും നോവലിസ്റ്റും ചെറു കഥാകൃത്തും ആയിരുന്നു. അദ്ദേഹം ജനിച്ചത് 1872, മരിച്ചത് 1906. He was enslaved in Kentucky before the American Civil War. അദ്ദേഹം ഈ അമേരിക്കൻ സിവിൽ യുദ്ധത്തിന് മുമ്പ് കെൻറ്റക്കിയിൽ അടിമയായിരുന്നു. He published his first poem, Our Martyred Soldiers, at the age of 16. തൻ്റെ 16-ാം വയസ്സിൽ Our Martyred Soldiers എന്ന ആദ്യ കവിത പ്രസിദ്ധീകരിച്ചു. ഈ Martyred Soldiers എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളായ പട്ടാളക്കാർ. Dunbar became one of the first Afro-American writers to win international acclaim. അതായത് അന്താരാഷ്ട്ര പ്രശംസ, അതാണ് ഇന്റർനാഷണൽ എക്ലെയിം എന്ന് പറഞ്ഞാൽ. അന്താരാഷ്ട്ര പ്രശംസ നേടിയ ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ എഴുത്തുകാരിൽ ഒരാളായി ഡൻബാർ മാറി. ഹി വർക്ക്ഡ് വിത്ത് ദ റൈറ്റ് ബ്രദേഴ്സ് ഇൻ ദെയർ പബ്ലിക്കേഷൻ ദ ടാറ്റ്ലർ. റൈറ്റ് സഹോദരന്മാരുടെ ദ ടാറ്റ്ലർ എന്ന പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം അവരോടൊപ്പം പ്രവർത്തിച്ചു. ഹിസ് ഫസ്റ്റ് ബുക്ക്, എ കളക്ഷൻ ഓഫ് പോയംസ്, ഓക്ക് ആൻഡ് ഐവി, was published in 1893. അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം കവിതകളുടെ സമാഹാരമായ ഓക്ക് ആൻഡ് ഐവി 1893 പ്രസിദ്ധീകരിച്ചു. He has published many collections of poems, short stories, 4 novels and a play. അദ്ദേഹം നിരവധി കവിതാ സമാഹാരങ്ങളുടെ ചെറുകഥകളുടെയും 4 നോവലുകളും ഒരു നാടകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. പ്രോബ്ലംസ് ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ്. പ്രശ്നങ്ങളെ അവസരങ്ങളായി കാണണം. വി ഷുഡ് ബി സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ഹു ട്രാൻസ്ഫോം ദ വേൾഡ്. ലോകത്തെ മാറ്റിയെടുക്കുന്ന പരിഹാര ദാതാക്കളായി നാം മാറണം. ക്യാൻ വി കണ്ടിന്യൂ ടു സ്റ്റേ മോട്ടിവേറ്റഡ് ഈവൻ വെൻ ദ പാത്ത് ടു സക്സസ് ഈസ് ലോങ്, ഡിഫിക്കൽട്ട് ആൻഡ് ചാലഞ്ചിങ്. വിജയത്തിലേക്കുള്ള പാത ദൈർഘ്യമേറിയതും വിഷമകരവുമായ വെല്ലുവിളികൾ നിറഞ്ഞതുമാകുമ്പോൾ പലപ്പോഴും പ്രചോദിതരായി തുടരാൻ നമുക്ക് കഴിയുമോ? ദ സീഡ്ലിംഗ് ഷോസ് ഹൗ നേച്ചർ ക്യാൻ ഇൻസ്പയർ അസ് ടു പ്രിസർവ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. ദ സീഡ്ലിംഗ് എന്ന കവിത പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ പ്രകൃതിക്ക് നമ്മെ എങ്ങനെ പ്രചോദിപ്പിക്കാൻ കഴിയുമെന്ന് കാണിക്കുന്നു. ദ സീഡ്ലിംഗ് ബൈ പോൾ ലോറൻസ് ഡൻബാർ. നമുക്ക് വായിക്കാം. ആസ് എ ക്വൈറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് ലേ വിതിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്, ടു ഇറ്റ്സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ്, ആൻഡ് ദിസ് ഇസ് വാട്ട് ഇറ്റ് സെഡ്. ഒരു കൊച്ചു വിത്ത് തൻ്റെ ഇരുണ്ട കിടക്കയിൽ കിടക്കുമ്പോൾ അത് തന്നോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് അത് പറഞ്ഞത്. ഐ എം നോട്ട് സോ വെരി റോബസ്റ്റ് ബട്ട് ഐ'll ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. ഇവിടെ റോബസ്റ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ശക്തനല്ല. അപ്പൊ ഈ വിത്ത് എന്താ പറയുന്നത്? ഞാൻ അത്ര ശക്തനല്ല, പക്ഷേ എനിക്ക് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യും. ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൊമെന്റ് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗൻ. അപ്പൊ ആ വിത്ത് ആ നിമിഷം മുതൽ ആ വിത്ത് അതിന്റെ ജീവിത പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതായത് അത് മുളയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ദ ഡേ. അങ്ങനെ അതൊരു ചെറിയ ഇല ദിവസത്തിന്റെ വെളിച്ചത്തേക്ക് തള്ളി നീക്കി എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ദിവസത്തിന്റെ വെളിച്ചത്തേക്ക് തള്ളി നീക്കി എന്ന് ഉദ്ദേശിക്കുന്നത് ആ വിത്ത് പൊട്ടിമുളച്ച് ആ നിലത്തുനിന്ന് പുറത്തേക്ക് വന്നു. ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ് ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ. ചുറ്റുപാടുകൾ പരിശോധിക്കാനും ബാക്കിയുള്ളവർക്ക് വഴി കാണിക്കാനുമായി അത് പുറത്തേക്ക് വന്നു. ദ ലീഫ്ലെറ്റ് ലൈക്ഡ് ദ പ്രോസ്പെക്ട്. അങ്ങനെ ആ പുറത്തേക്ക് വന്ന ഇലയ്ക്ക് ആ കാഴ്ചകളൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു.
സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റെം. അതുകൊണ്ട് അത് തൻ്റെ സഹോദരനായ തണ്ടിനെ വിളിച്ചു. സ്റ്റെം എന്ന് പറഞ്ഞാൽ തണ്ട്, തണ്ടിനെ വിളിച്ചു. ദ ടു അതർ ലീഫ്ലെറ്റ്സ് ഹേർഡ് ഇറ്റ്. അപ്പോൾ മറ്റ് രണ്ട് ഇലകളും അത് കേട്ടു. ആൻഡ് ക്വിക്ക്ലി ഫോളോഡ് ദം. എന്നിട്ട് വേഗത്തിൽ അവരെ പിന്തുടർന്നു. ടു ബി ഷുവർ ദ ഹേസ്റ്റ് ആൻഡ് ഹറി മെയ്ഡ് ദ സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പാൻറ്. ഇവിടെ എന്താ പറയുന്നത്? ആ മുളച്ചു വരാനുള്ള ആ ഹറി ആൻഡ് ഹേസ്റ്റ് ആൻഡ് ഹറി, അതായത് ആ വേഗതയും തിരക്ക്, അതുകൊണ്ട് ഈ വിത്ത് സ്വെറ്റ് ആൻഡ് പാൻറ്, അതായത് വിയർക്കുകയും കിതക്കുകയും ചെയ്തു. ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്. പക്ഷേ ആ വിത്ത് അതിനെ അറിയുന്നതിന് മുമ്പേ തന്നെ അതൊരു ചെടിയായി മാറിക്കഴിഞ്ഞിരുന്നു. The sunshine poured upon it and the clouds they gave a shower. അങ്ങനെ സൂര്യപ്രകാശം നല്ലോണം ലഭിച്ചു ആ ചെടിക്ക്. ആൻഡ് ദ ക്ലൗഡ്സ് ദേ ഗേവ് എ ഷവർ. മേഘങ്ങളാണെങ്കിൽ നല്ലോണം മഴ നൽകി. ആൻഡ് ദ ലിറ്റിൽ പ്ലാന്റ് കെപ്റ്റ് ഗ്രോയിങ് ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ. അങ്ങനെ ആ ചെടി ഒരു പുഷ്പം കാണുന്നത് വരെ, അതായത് ആ ചെടിയിൽ ഒരു പുഷ്പം വിരിയുന്നത് വരെ അത് വളർന്നുകൊണ്ടേയിരുന്നു. ലിറ്റിൽ ഫോക്സ് ബി ലൈക്ക് ദ സീഡ്ലിംഗ്. അതായത് കൊച്ചു കുട്ടികളെ നിങ്ങൾ ഒരു വിത്തിനെ പോലെ ആകണം. ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യണം. എവ്രി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ. ഓരോ കുട്ടിയും ജീവിതത്തിൻ്റെ പ്രയത്നത്തിൽ പങ്കുചേരണം. ജസ്റ്റ് ആസ് വെൽ ആസ് എവ്രി മാൻ, അതായത് ഓരോ മനുഷ്യൻ ചെയ്യുന്നത് പോലെ. ആൻഡ് ദ സൺ ആൻഡ് ഷവേഴ്സ് വിൽ ഹെൽപ്പ് യു ത്രൂ ദ ലോൺസം സ്ട്രഗ്ലിംഗ് hours. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന മണിക്കൂറുകളിൽ സൂര്യനും മഴയും നിങ്ങളെ സഹായിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത്, ടിൽ യു റേസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി വെർച്യൂസ് ഫെയർ അൺഫേഡിങ് ഫ്ലവേഴ്സ്. ഇവിടെ ബ്യൂട്ടി വെർച്യൂസ് ഫെയർ എന്നൊരു വാക്കുണ്ട്. വെർച്യൂ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം സദ്ഗുണം, പുണ്യം, ധാർമ്മികത എന്നൊക്കെയാണ്. ഫെയർ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, ഭംഗി, കളങ്കമില്ലാത്തത് എന്നൊക്കെ അർത്ഥമാകും. അപ്പോൾ എന്താണ് ഈ വെർച്യൂസ് ഫെയർ എന്ന വാക്കുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്? കവി പറയുന്നത് നല്ല ധാർമ്മിക മൂല്യങ്ങളോടെയും പ്രവൃത്തികളോടെയും ഒരാൾ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ആന്തരികവും ബാഹ്യവുമായ ഒരു സൗന്ദര്യമുണ്ട്. അത് നന്മ, ആന്തരികമായ നന്മ ഒരു വ്യക്തിക്ക് പുറമേയും അകവും പ്രകാശം നൽകുന്നു. അപ്പോൾ നല്ലൊരു പാരമ്പര്യം ഉണ്ടാകും അങ്ങനെ ജീവിക്കുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ജീവിക്കണം എന്നാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ദ സീഡ്ലിങ്സ് എന്ന ഈ കവിതയുടെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.